വാർത്തകൾ വിശദമായി. ജൻസി പ്രക്ഷോഭം രൂക്ഷമാകുന്നതിനിടെ നേപ്പാൾ പ്രധാനമന്ത്രി കെ.പി. ശർമ്മ ഒലി രാജിവെച്ചു. ശർമ്മയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റും. പ്രക്ഷോഭം ആളിക്കത്തിയ നേപ്പാളിൽ നിയന്ത്രണം ഏറ്റെടുത്ത സൈന്യം. അതേസമയം രാജിക്ക് പിന്നാലെ ഒലി രാജ്യം വിട്ടേക്കുമെന്ന സൂചന. വിവരങ്ങളുമായി രഞ്ജിൽ രാജ് ചേരുന്നു. രഞ്ജിൽ, ഈ ഒരു പ്രക്ഷോഭം രൂക്ഷമാകുന്നതിനിടെ ഇപ്പോൾ നേപ്പാൾ പ്രധാനമന്ത്രി രാജിവെച്ചിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, പ്രക്ഷോഭം ആളിക്കത്തുന്നതിനിടെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി രാജിവെച്ചതായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ പ്രക്ഷോഭകർ പ്രധാനമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടിരുന്നു. നമുക്കറിയാം, ഈ ഒരു ജൻസി പ്രക്ഷോഭം സമൂഹ മാധ്യമങ്ങൾ വിലക്കിനെതിരെയായിരുന്നു ഈ ഒരു പ്രക്ഷോഭം തുടങ്ങിയിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു പ്രക്ഷോഭം ആളിക്കത്തിയ സമയത്ത് തന്നെ ഈ ഒരു സമൂഹ മാധ്യമങ്ങളുടെ വിലക്കെല്ലാം മാറ്റിയിരുന്നു. പക്ഷേ എന്നാലും പ്രക്ഷോഭം തടയാനോ അല്ലെങ്കിൽ പ്രക്ഷോഭം ശമിപ്പിക്കാനോ ഒന്നും ചെയ്യാൻ അധികൃതർക്കോ അല്ലെങ്കിൽ സർക്കാരിനോ സാധിച്ചിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രി രാജിവെച്ചിരിക്കുന്നത്. കെ.പി. ശർമ്മ ഒലി കുറച്ച് സമയം മുമ്പാണ് ഇത്തരത്തിൽ രാജി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഈ ഒരു പ്രക്ഷോഭത്തിൽ, കഴിഞ്ഞ ദിവസം ആരംഭിച്ച പ്രക്ഷോഭത്തിൽ 19 പേരുടെ ജീവനാണ് പൊലിഞ്ഞിരിക്കുന്നത്. പ്രക്ഷോഭകർ എന്ന് പറയുമ്പോൾ ജൻസി, അതായത് യുവതലമുറയിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഈ ഒരു പ്രക്ഷോഭത്തിൽ നേരിട്ട് പങ്കെടുത്തിരുന്നു. ഈ ഒരു പ്രക്ഷോഭകരെ സൈന്യം നേർക്കുനേർ വെടിയുതിർക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് 19 പേർ കൊല്ലപ്പെട്ടത്. നേരത്തെ തന്നെ ഈ ഒരു 19 പേരുടെ മരണവുമായി ബന്ധപ്പെട്ട ആഭ്യന്തരമന്ത്രി സ്വയം ഈ ഒരു മരണത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കൊലപാതകത്തിൽ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയും രാജിവെച്ചിരിക്കുന്നത്. ഈ ഒരു നേപ്പാളിൽ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഉൾപ്പെടെയുള്ള മന്ത്രിമാരുടെയും മറ്റ് അധികാരികളുടെ ഒക്കെ തന്നെ ഔദ്യോഗിക വസതിയിലേക്ക് ഈ ഒരു പ്രക്ഷോഭകർ കയ്യേറി അടിച്ചു തകർക്കുകയും കത്തിക്കുകയും അല്ലെങ്കിൽ നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമൊക്കെ തന്നെയാണ് ഇപ്പോൾ നേപ്പാളിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടെയാണ് ഇപ്പോൾ നേപ്പാളി പ്രധാനമന്ത്രി കെ.പി. ശർമ്മ ഒലി രാജിവെച്ചിരിക്കുന്നത്. അദ്ദേഹം ഉടൻ തന്നെ രാജ്യം വിട്ടേക്കുമെന്നൊരു സൂചനയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു നേപ്പാളിൽ തുടരാൻ സാധിക്കാത്തൊരു സാഹചര്യമാണുള്ളത്. കാരണം പ്രക്ഷോഭകർ അത്രയും ഒരു കലാപഭൂമിയായി മാറിയിരിക്കുകയാണ് നേപ്പാൾ. ഈ ഒരു പ്രധാനമന്ത്രിയുടെ രാജി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. ഈ ഒരു പ്രധാനമന്ത്രിയുടെ മന്ത്രിസഭയിലെ മന്ത്രിമാർക്കെതിരെ ചില അഴിമതി ആരോപണങ്ങളൊക്കെ തന്നെ ഉയർന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈ സർക്കാർ നിലനിൽക്കാൻ പാടില്ല അല്ലെങ്കിൽ സർക്കാർ ഭരണത്തിലിരിക്കാൻ പാടില്ല എന്ന് പ്രക്ഷോഭകർ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ പ്രധാനമന്ത്രി രാജിവെക്കണമെന്ന ഈ ഒരു പ്രക്ഷോഭകരുടെ ആവശ്യത്തിനാണ് ഇപ്പോൾ മറുപടിയായിരിക്കുന്നത്. പ്രധാനമന്ത്രി രാജിവെച്ചിരിക്കുന്നു. ഇനി എന്ത് എന്നാണ് നേപ്പാളിൽ ഇനി എങ്ങനെ ഒരു കലാപം അവസാനിപ്പിക്കും അല്ലെങ്കിൽ ഈ ഒരു പ്രക്ഷോഭകരെ എങ്ങനെ ശാന്തമായി കൊണ്ടുവരാൻ സാധിക്കും, ആരാണ് ഇതിന് മുൻകൈ എടുക്കുക എന്നൊരു ചോദ്യമൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ സൈന്യമാണ് ഇവിടുത്തെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത്. ഇനി സൈന്യമായിരിക്കും ഈ ഒരു കാര്യത്തിൽ നേരിട്ട് ഇടപെടുക. അത് ഇനി എങ്ങനെയായിരിക്കും ഈ ഒരു കലാപം അവസാനിപ്പിക്കുക എന്നൊക്കെ തന്നെ ഇനി അറിയേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോഴും കലാപം തുടരുന്ന സാഹചര്യത്തിൽ കുറേ പേരുടെ ജീവൻ ഇനിയും പൊലിയാനുള്ള സാഹചര്യം ഒന്നും തള്ളിക്കളയാനാവില്ല. എന്തായാലും 19 പേരാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. ഇനിയും പ്രക്ഷോഭം ഇങ്ങനെ ആളിക്കത്തിയാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതൊക്കെ തന്നെ വരും മണിക്കൂറിലൊക്കെ തന്നെ അറിയേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ കെ.പി. ശർമ്മ ഒലി രാജിവെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുമെന്നൊരു സൂചനയൊക്കെ ലഭിക്കുന്നുണ്ട്. അതേസമയം അദ്ദേഹം നാട് വിട്ടേക്കുമെന്നൊരു സൂചനയും ലഭിക്കുന്നുണ്ട്. എന്തായാലും നേപ്പാളിൽ തുടരാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം രാജിവിടാനുള്ള സാധ്യതയും ഏറെയാണ്. അതേപോലെ തന്നെ മറ്റ് ഈ ഒരു സർക്കാർ ഇപ്പോൾ സർക്കാരിൻ്റെ കാര്യത്തിലും ഈ ഒരു പ്രക്ഷോഭകർ ഒട്ടനവധി അഴിമതി ആരോപണങ്ങളൊക്കെ തന്നെ ഉന്നയിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ ഇനി എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുക എന്നൊക്കെ തന്നെ അറിയേണ്ടതുണ്ട്. എന്തായാലും പ്രക്ഷോഭം ഇപ്പോഴും ആളിക്കത്തുകയാണ്. വാട്സപ്പ്, യൂട്യൂബ്, അതുപോലെ ട്വിറ്റർ ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളുടെ വിലക്കിനെതിരെയാണ് ഈ ഒരു പ്രക്ഷോഭം ആളിക്കത്തിയിരിക്കുന്നത്. ഈ ഒരു സമൂഹ മാധ്യമങ്ങൾ മതവിദ്വേഷത്തിനും അതുപോലെ തന്നെ ദുരുപയോഗം ചെയ്തു എന്ന് ആരോപിച്ചായിരുന്നു ഈ ഒരു വിലക്ക് ആദ്യം ഏർപ്പെടുത്തിയിരുന്നത്. പക്ഷേ ഇത് ഒരു അഭിപ്രായ സ്വാതന്ത്ര്യത്തെയാണ് ഇത്തരത്തിൽ കയ്യേറിയിരിക്കുന്നത് എന്നായിരുന്നു പ്രക്ഷോഭകരുടെ വാദം. എന്തായാലും ഈ ഒരു പ്രക്ഷോഭം ആളിക്കത്തിയതിന് പിന്നാലെ ഇത്തരത്തിൽ ഈ ഒരു വിലക്ക് അപ്പോൾ തന്നെ മാറ്റുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വിലക്ക് മാറ്റിയപ്പോഴും കലാപത്തെ ശമിപ്പിക്കാനോ അല്ലെങ്കിൽ കലാപത്തെ അവസാനിപ്പിക്കാനോ ഈ ഒരു സർക്കാരിനോ അധികൃതർക്കോ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അത്തരത്തിൽ പ്രക്ഷോഭം ആളിക്കത്തുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ കണ്ടതാണ്. അത്തരത്തിലുള്ള ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ഇതിൽ 19 പേർ വെടിയുതിർത്തതിൽ മരണപ്പെടുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ ഒരു നേപ്പാളിൽ പ്രക്ഷോഭം ഇപ്പോഴും ആളിക്കത്തുകയാണ്. അത് ശമിപ്പിക്കാനോ അല്ലെങ്കിൽ അത് അവസാനിപ്പിക്കാനോ എന്താണ് ചെയ്യേണ്ടത്
എന്നുള്ളത്, അല്ലെങ്കിൽ അതിനുവേണ്ട നടപടികളൊന്നും തന്നെ എടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. സർക്കാരുടെ അല്ലെങ്കിൽ അധികാരികളുടെ ഉൾപ്പെടെയുള്ള ഔദ്യോഗിക വസതികളെല്ലാം തന്നെ സമരക്കാർ കയ്യേറിയിരിക്കുകയാണ്. ഇനി ഇതെങ്ങനെ അവസാനിപ്പിക്കുമെന്ന ഒരു ചോദ്യം മുൻപിലുണ്ട്. സൈന്യത്തെ കൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം മുന്നിലുണ്ട്. എന്തായാലും പ്രക്ഷോഭം ആളിക്കത്തിയ നേപ്പാളിൽ ഇപ്പോൾ 19 പേരുടെ ജീവനാണ് പൊലിഞ്ഞിരിക്കുന്നത്. അത് ഇനിയും ഉയരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. അതുപോലെ തന്നെ മലയാളികൾ ഉൾപ്പെടെ ഇവിടുന്ന് പോയ മലയാളികൾ ഉൾപ്പെടെ അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം നേപ്പാൾ ഒരു വിനോദസഞ്ചാര മേഖലയാണ്. അതുകൊണ്ട് തന്നെ മലയാളികൾ ഉൾപ്പെടെ അവിടേക്ക് പോയിരുന്നു. അപ്പോൾ അവരൊക്കെ തന്നെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇനി അവരുടെയൊക്കെ തിരിച്ചുവരവും എല്ലാം ചോദ്യമുനയിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്തായാലും ഇപ്പോഴും ആ ഒരു പ്രക്ഷോഭത്തിന് അവസാനമായിട്ടില്ല, അല്ലെങ്കിൽ ശമനമായിട്ടില്ല. അതിപ്പോഴും ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും പ്രക്ഷോഭകരുടെ ഒരു ആവശ്യം പ്രധാനമന്ത്രി രാജിവെക്കണമെന്നായിരുന്നു. അതെന്തായാലും ഇപ്പോൾ നടന്നിട്ടുണ്ട്. പ്രധാനമന്ത്രി രാജിവെച്ചിട്ടുണ്ട്. ഇനി എന്ത് എന്നാണ് അറിയേണ്ടത്. അതിനിപ്പോൾ വരും മണിക്കൂറിൽ നമുക്ക് അറിയാൻ സാധിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദീപ്തി, ശരി. ജൻസി പ്രക്ഷോഭം രൂക്ഷമാകുന്നതിനിടെ നേപ്പാൾ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി രാജിവെച്ചു. ശർമ്മയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റും. പ്രക്ഷോഭം ആളിക്കത്തിയ നേപ്പാളിൽ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തിട്ടുണ്ട്. അതേസമയം രാജിക്ക് പിന്നാലെ ഒലി രാജ്യം വിട്ടേക്കുമെന്നും സൂചനയുണ്ട്. രഞ്ജിൽ രാജാണ് വിവരങ്ങൾ നൽകിയത്.